നമ്മളെ റോഡ് മാപ്പ് സീരീസിന്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ എത്തിയിട്ടുണ്ടോ അഥവാ 7th സെമസ്റ്ററിൽ. അപ്പോൾ ഈ 7th സെമസ്റ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക്ലോഗ് പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക, അത് തീർക്കുക. ഈ സെമസ്റ്റർ തീരുന്നതിന് മുന്നേ എല്ലാ പേപ്പറും ക്ലിയർ ആക്കി എടുക്കുക. പിന്നെ ഇതിന് മുന്നത്തെ റോഡ് മാപ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെ പ്രൊജക്ട്സ്, പോർട്ട്ഫോളിയോ, ഗിറ്റ് ഹബ് കാര്യങ്ങളൊക്കെ റെഡിയാണ്. നിങ്ങൾക്ക് DSA കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റ്സ് അറിയാം. ഇതൊന്നും അറിയില്ല, ഒന്നും റിവൈസ് ചെയ്യുക. പ്രൊഫൈൽ സ്ട്രോങ് ആണ്, കൺഫേം ചെയ്യുക. ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെസ്യൂമെ ഇപ്പം കമ്പനീസിന് അയച്ചു കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ഒന്നിൽ അടുത്ത സെമസ്റ്ററിനുള്ള ഒരു ഇന്റേൺഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അടുത്ത സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പ് കിട്ടിയ സൂപ്പറാണ്. എസ്പെഷ്യലി അതൊരു ഫുൾ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കൂടി പറ്റി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഇനി അല്ല നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റൂല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫുൾ ടൈം ജോബിന് അപ്ലൈ ചെയ്തു. ഇപ്പോഴേ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു 8th സെമസ്റ്റർ തീരുമ്പോഴത്തേക്ക് ഒരു ഫുൾ ടൈം ജോബ് ഓഫർ കിട്ടുള്ളൂ. വിചാരിക്കും ഇനിയുണ്ടല്ലോ 6 മാസം, ഇനിയുണ്ടല്ലോ 8 മാസമൊക്കെ. പക്ഷേ ആ സമയമൊന്നും പോരാ. അപ്പോൾ ഈ സമയത്ത് ഇപ്പം തന്നെ അപ്ലൈ ചെയ്തുകൊണ്ട് കുറേ റിജക്ഷൻസ് വരാനുണ്ടാവും. പിന്നെ ഇന്റർവ്യൂ പ്രോസസ്സ് കുറച്ച് ലോങ് ആയിക്കാരും, ചിലപ്പോൾ മാസങ്ങളൊക്കെ എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം വേണം. 8th സെമസ്റ്റർ വരെ വെയിറ്റ് ചെയ്ത് 8th സെമസ്റ്റർ എത്തി കഴിഞ്ഞാൽ നിങ്ങളെ ബാക്കപ്പ് ആണ് അത്. അവിടെ കാര്യങ്ങൾ സക്സസ്ഫുള്ളി നടക്കാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എന്തെങ്കിലും പെൻഡിങ്ങിൻ്റെ ഒക്കെ ചെയ്ത് തീർക്കുക. മുന്നത്തെ റീൽസ് ഒന്നുകൂടി കാണുക. നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.